ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. ഇപ്പോൾ മുഴുവൻ കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളവും വറ്റണം. അതുകൊണ്ട് കിഴങ്ങിനൊപ്പം നിൽക്കുന്ന വെള്ളമേ വെച്ചു കൊടുക്കാവൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. കിഴങ്ങ് നമ്മൾ തൊടുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലോണം പൊടിയുന്ന രീതിയിലായിട്ടിരിക്കണം. ഇനി വേവിച്ചെടുത്ത കിഴങ്ങിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം ഈ കിഴങ്ങൊന്ന് നന്നായി ഉടച്ചെടുക്കണം. ഈ കിഴങ്ങ് നല്ലോണം ഉടച്ചെടുത്തുകൊണ്ട് മാവ് പോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കപ്പ് അളവിൽ 3/4 കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. വലുതായിട്ട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഓരോ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാ മാവും ഉരുളകളാക്കി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മാവും ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഉരുള മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം പപ്പടക്കമ്പി വെച്ച് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മാവും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.